ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മാമ്പഴ സീസൺ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാങ്ങ കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു പുഡിംഗ് ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ അതിനായിട്ട് 3 മാങ്ങ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, ചെറു തീയിൽ വെച്ചിട്ട്. അതിന് ശേഷം ഒരു 1/2 ലിറ്റർ പാലിൽ 3 ടീസ്പൂണ് നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കോൺഫ്ലവർ അല്ല ചേർത്തിരിക്കുന്നത്, അതിന് പകരം കസ്റ്റർഡാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. കസ്റ്റർഡ് കോൺഫ്ലവർ ഏത് വേണമെങ്കിൽ ചേർക്കാം. അതൊന്ന് നല്ല തിക്കാക്കി എടുക്കുക കേട്ടോ. അതിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെടുത്ത പ്യൂരി വഴറ്റിയത് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ പ്യൂരി ഫ്രഷ് ക്രീമിലിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഫ്രഷ് ക്രീം വേണമെന്ന് ഒരു നിർബന്ധമില്ല, കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ നന്നായിട്ടൊന്നത് ബീറ്റ് ചെയ്തെടുക്കുക. ഫ്രഷ് ക്രീം ഉപയോഗിക്കാതെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മാറ്റി വെച്ച മാംഗോ പ്യൂരിയാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ പ്യൂരിയും നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ അടിച്ചത് ഇനി നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രെഡാണ് കേട്ടോ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡിന് പകരം ചെറിയ കേക്ക് കിട്ടും, കേക്കിൻ്റെ പാക്കറ്റുകൾ കിട്ടും. അത് 2 പാക്കറ്റ് എടുത്ത് ചെറിയ കേക്കിൻ്റെ അതെടുത്തിട്ട് ലെയർ ചെയ്താലും മതി. ഇന്നിപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് വേണമെങ്കിൽ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുക. മധുരം പരമാവധി അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് അതിലേക്ക് കസ്റ്റർഡ് മിക്സ് ചെയ്തതാണ് കേട്ടോ വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്കൊക്കെ കസ്റ്റർഡ് ഇറങ്ങി കിട്ടും. പിന്നെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒന്ന് മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്തൊക്കെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് കസ്റ്റർഡ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു ലെയറും കൂടെ വെച്ച് കൊടുത്തു. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നന്നായിട്ട് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നതെന്നും ഒക്കെ ഇട്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് അധികം സമയമൊന്നും വേണ്ട. സെറ്റാകുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഫ്രിഡ്ജ് തുറന്ന് നോക്കേണ്ടത്. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും, അധികം ക്ഷമയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിന് ശേഷം മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും മാംഗോ പ്യൂരിയും കൂടെ ബീറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീമില്ലെങ്കിൽ നിങ്ങൾ ഈ ലെയറിൽ മാംഗോ പ്യൂരി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കയ്യിൽ കുറച്ച് മാംഗോ പ്യൂരി ബാക്കി ഉണ്ടായിരുന്നു, അതും കുറച്ച് നട്ട്സും മാംഗോൻ്റെ പീസസ് കട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു കേട്ടോ. അതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. സെറ്റായിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കുകയാണ്. എടുക്കുമ്പോഴേക്കും എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ 4 ഭാഗത്തുനിന്ന് അഭിപ്രായം വരും, അങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന്. അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക, ആ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സൈഡ് കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും ബൗളിലാക്കി കൊടുത്തു കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് വെക്കേഷനൊക്കെ അല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും, അവർ ഹാപ്പി ആവും. വീട്ടിലൊക്കെ മാമ്പഴമുള്ളവർക്ക് കുറേ അധികം ഉണ്ടാക്കി വയ്ക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ മാംഗോ പുഡിംഗ് എന്ന് പറയുന്നത്. ആ ബ്രെഡിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. പരമാവധി മധുരം അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ അതാ വേറൊരു പീസും കൂടി എടുത്ത് ഒരു ബൗളിലാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്